അതല്ലേ അവൻ വരുമ്പോ ഞാൻ വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ടാ ആ മൂല ട്രെയിലറിന്റെ ഫ്രണ്ട് മൂലാണ് പോയാ. ട്രെയിലറിന്റെ ഫ്രണ്ട് അല്ലടാ, ട്രക്കിന്റെ ഫ്രണ്ട്. ട്രക്കിന്റെ ഫ്രണ്ട് പോയിട്ട് ആ ഫ്രണ്ട് കിറ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടി. തട്ടിയത് കണ്ടിട്ട് ഞാൻ അനങ്ങാൻ പോയില്ല. കാരണം ഞാൻ നിക്കുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാം വരുന്ന ലൈന് കുറുകെ നിൽക്കുവേ ഞാൻ. അവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ, ട്രാം വരുന്ന ലൈന് കുറുകെ നിൽക്കുക. അവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല, ഇറങ്ങി നോക്കാനായിരുന്നു, ഒന്നും ചെയ്യാൻ. തട്ടിയത് ഞാൻ കണ്ടു, സൗണ്ടും കേട്ടു. ഞാൻ തട്ടി ഒരേച്ചങ്ങ് പോയി. ഞാൻ അയ്യോ ഒരേച്ച് വണ്ടി എടുത്തു. ഒരേച്ച് വണ്ടി എടുത്തോണ്ട് വന്ന് നേരെ വന്നപ്പോ എന്തുവാ, എനിക്ക് അവിടുന്ന് ഈ പോലീസുകാരി ആ പെണ്ണുമ്പളെ കാണിച്ചത് ഇവിടുന്ന് വീണ്ടും വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് തിരിയാൻ എടുത്ത് പറഞ്ഞു. ആ ലെഫ്റ്റ് തിരിഞ്ഞ് അവിടെ പോയി റൗണ്ട് ബോട്ടിൽ കയറാന്ന് കാണിച്ച്. അവിടെ വന്നപ്പോ എന്തുവാ, അവിടെ ലെഫ്റ്റ് തിരിയാൻ പറ്റത്തില്ല, നോ ലെഫ്റ്റാ. അടിപൊളി. നേരെ പോവാ, റൈറ്റിലോട്ടും തിരിയാം. റൈറ്റിലോട്ട് നമ്മുടെ വണ്ടി ഒരു കാരണവശാലും തിരിയത്തില്ല. നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ ട്രാമിന്റെ ബസ് സ്റ്റോപ്പ് ഒക്കെ നിൽക്കുക. ബസ് സ്റ്റോപ്പിനകത്ത് പോയി ഇടിച്ച് കയറേണ്ടി വരും. ഞാൻ പിന്നെ എന്തോ വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് ലെഫ്റ്റ് കയറ്റി. ഞാൻ റോങ് കയറ്റി. കാരണം റൈറ്റിലോട്ട് വണ്ടി തിരിയത്തില്ല. റൈറ്റിലോട്ട് വണ്ടി ഒരു കാരണവശാലും വണ്ടി കയറത്തില്ല. എങ്ങനെയൊക്കെ ഈ നാഭ്യാസം കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കയറത്തില്ല. നേരെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടില് ഞാൻ കാണുന്ന ആ റോഡ് എനിക്ക് കാണാം. നേരെ ഫ്രണ്ടിൽ കാണുന്നത് എന്താ പറയാ, ആ ട്രാമിന്റെ ബസ് സ്റ്റോപ്പ് നിൽക്കും. ആ സ്റ്റോപ്പാ. അതിന്റെ സൈഡിലേക്കുള്ള വഴി എന്ന് വെച്ചാൽ ചെറിയ നാര വഴി, അത് ചെറിയൊരു എസ് വളവ് പോലത്തെ ഒരു വഴി. അതിനകത്തോടെ എന്തായാലും ട്രക്ക് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ വേറെ രക്ഷയില്ല, ഇടത്തോട്ട് തിരിച്ചറിയാൻ പറ്റൂ. ഞാൻ റോങ് സംഭവം നല്ല റോങ്. വല്ലതും വരുവോ, പെറ്റി വരുവോ, കോപ്പ് വരുവോ എന്നൊക്കെ എനിക്ക് കണ്ടറിയാം. ഞാൻ ലെഫ്റ്റ് എടുത്ത് കയറ്റി. അതാറിട്ടങ്ങ് പോയാ പോരായിരുന്നപ്പ. അതാടൊക്കെ ഇട്ടിട്ടുണ്ട്. അസാടൊക്കെ ഇട്ടിട്ടുണ്ട്. അസാടും കോപ്പല്ലേ ഇട്ടുണ്ട്. 10-ലൊക്കെ അല്ലേ പോകുന്നത്. അസാടൊക്കെ ഇട്ടോണ്ട് പോകുന്നത് ആൾക്കാർക്ക് മനസ്സിലാവട്ടെ, വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് അത് വിചാരിച്ചോണ്ടെന്ന് വെച്ചാൽ അസാടൊക്കെ ഇട്ട് 10-ലൊക്കെയാ പോകുന്നത്. അത് കാര്യമില്ല. പിന്നെ അന്നേരം ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവട്ടെ വെച്ചാൽ മസാല ഇട്ട് വെച്ചാ ഞാൻ പുറകെ വരുന്ന വണ്ടിക്കാർക്കൊക്കെ മനസ്സിലാവട്ടെ. അതിട്ട് വെച്ചാ പിന്നെ വെറ്റി വരുമില്ലെന്നുള്ളത് കണ്ടറിയാം. ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട സന്തോഷത്തിരിക്കും. ഞാൻ ഹെലികോപ്റ്റർ ഒന്നും വരേണ്ടി വന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പാർക്കിങ്ങിൽ കിടന്നിട്ട് രാത്രി എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എവിടെ പാർക്കിങ്ങില്? കമ്പനിയുടെ ഉള്ളിൽ കമ്പനിയുടെ ഞാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോടെ ഒരു സൈക്കിൾ പോലും പോകത്തില്ല. ഏതോ ഒരു പാവപ്പെട്ടവന്റെ കമ്പനിയാണ് അല്ലേ? എടാ കമ്പനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രക്ക് കയറി ഇറങ്ങുന്ന കമ്പനി അല്ല സത്യം പറയാലോ. അതിനകത്ത് കേറാൻ തന്നെ ഭയങ്കര പാടാ. എടാ ഏതോ ഒരു പാവപ്പെട്ടവന്റെ കമ്പനിയാണ് അല്ലേ? പാവപ്പെട്ടവന്റെ കമ്പനിയൊന്നും അല്ല. കമ്പനി അത് കുത്തിക്കഴമ്പിൽ ഉണ്ടാക്കി വെച്ച കമ്പനി. അത് ഇങ്ങനെയൊക്കെ കമ്പനി ഉണ്ടാക്കി വെക്കരുത്. എന്തോ അതിനുണ്ടല്ലോ, അത് കമ്പനിയാണ്. എടാ അവിടെ ആകെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ പത്രം അടിക്കുന്നതാ. അപ്പൊ പത്രം അടിക്കുന്ന അവിടെ പേപ്പറുകൾ മാത്രമേ അവിടെ ലോഡ് വരുത്തുള്ളൂ. അവിടെ ബാക്കി ഈ പത്രം എടുക്കാൻ വരുന്നത് ചെറിയ വാനാ വരുന്നേ.